നമസ്കാരം. പിതാ രക്ഷതി കൗമാരെ, ഭർത്താ രക്ഷതി യൗവനെ, പുത്രോ രക്ഷതി വാർദ്ധക്യേ, ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി. ഇത് കേട്ട് കലിതുള്ളാത്ത സ്ത്രീകളില്ല എന്ന് തോന്നുന്നു. ഇതിലേക്ക് വേറൊന്നുമില്ല. ഈ കാള പെറ്റു എന്ന് കേൾക്കുമ്പോൾ തന്നെ കയറെടുക്കണം എന്നുള്ള ഒരു കാര്യമാണല്ലോ. ഇന്നത്തെ വിഷയം അങ്ങനെയാണല്ലോ. പിന്നെ ഒരു ഉളുപ്പുമില്ല. എന്ത് പറഞ്ഞാലും പ്രശ്നമില്ല. കുറച്ച് കഴിഞ്ഞ് നമ്മളങ്ങ് മറന്നു പോവും. അങ്ങനത്തെ ഒരു സമൂഹത്തെ വാർത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളെയും അങ്ങനെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. ഇതിലേക്ക് എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് പറയുന്നുണ്ടോ? എന്ത് അബദ്ധമാണ്! സനാതനധർമ്മം അങ്ങനെ പറയുമോ എന്ന് ആദ്യം ചിന്തിക്കുക. കാരണം സ്ത്രീ ദൈവമാണ് എന്ന് പറഞ്ഞ സനാതനധർമ്മം ഒരിക്കലും സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് പറയുവാൻ സാധ്യതയില്ല. അത് ചിന്തിക്കാതെ നാം പലതിലേക്കും കയറി കുറ്റങ്ങൾ മാത്രം. കാരണം വാ തുറന്നാൽ കുറ്റം പറയണം എന്നുള്ളതാണ്. കാരണം ഇന്ന് യൂട്യൂബിലും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, എന്തെങ്കിലും പറയുന്നതിന് മുമ്പേ അതിൻ്റെ കാര്യങ്ങൾ കാര്യകാരണ സഹിതം ബോധ്യപ്പെടുന്നതിന് മുന്നേ തന്നെ എന്തെങ്കിലും കമൻ്റ് എഴുതണം. കമൻ്റ് എഴുതിയാലേ നമുക്കൊരു സമാധാനം ലഭിക്കുകയുള്ളൂ. ഒരു 4 പേരെ ചീത്ത പറയണം എന്നിങ്ങനെ ഒരു സെറ്റപ്പിലേക്കാണ് ഇന്നത്തെ സമൂഹ മനസ്സ് അങ്ങനെ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. പിതാ രക്ഷതി കൗമാരേ, ഭർത്താ രക്ഷതി യൗവനെ. അപ്പോൾ അച്ഛൻ ഒരു പെൺകുട്ടിയെ സംരക്ഷിക്കുകയാണ്. സംരക്ഷിക്കണം എന്നുള്ള ഒരു മെസ്സേജാണ്. അത് എത്രത്തോളം ഭംഗിയായി അവതരിപ്പിച്ചു. ആദ്യത്തെ വരിയിൽ അച്ഛൻ തന്നെയാണ് രക്ഷിക്കേണ്ടത്. പാതീതി പിതാ, അപ്പോൾ പാ രക്ഷണേ. അപ്പോൾ രക്ഷിക്കുക എന്നുള്ള ഒരു മെസ്സേജ് അല്ലേ കൊടുത്തത്, പ്രൊട്ടക്ഷൻ അല്ലേ അവിടെ. അടുത്തത് ഭർത്താ രക്ഷതി യൗവനേ. അപ്പോൾ ആ സ്ത്രീയുടെ യൗവന കാലഘട്ടത്ത് ഭർത്താവ് രക്ഷിക്കണം എന്നുള്ളതാണ്. അവിടെയും രക്ഷണമാണ്, സംരക്ഷണമാണ്. അത്രത്തോളം സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം വിവാഹം കഴിഞ്ഞ ദിവസം തന്നെ തുടങ്ങുകയാണ്. ഭർത്താ, ഭരിക്കേണ്ടത്. അപ്പോൾ ഭരണം ഇവിടെ അർത്ഥമാക്കുന്നത് സംരക്ഷണമാണ്. നല്ല രീതിക്ക് നോക്കി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു മെസ്സേജാണ്. ഇനി വാർദ്ധക്യ കാലഘട്ടത്ത് പുത്രോ രക്ഷതി വാർദ്ധക്യേ. എത്ര ഭംഗിയായിട്ടാണ് അത് അവതരിപ്പിച്ചിട്ടുള്ളത്. പുത്രൻ ഇല്ലെങ്കിൽ സന്താനങ്ങൾ അമ്മയെ സംരക്ഷിക്കണം എന്നുള്ള ഒരു മെസ്സേജ്. അടുത്തതായി അവസാനത്തെ വരിയിൽ എഴുതുകയാണ്, ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി. അപ്പം ഇവിടുത്തെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞത് അവരെ സ്വതന്ത്രയായി ഒരിക്കലും ഉപേക്ഷിക്കരുതേ, വിട്ടുകളയരുതേ എന്നുള്ള ഒരു മെസ്സേജിനെ പുരോഗമനവാദികൾ അങ്ങനെയൊന്നും പറഞ്ഞാൽ പോരാ. കാരണം ഞാൻ ചിന്തിക്കുന്നത് കേരളക്കര കേൾക്കണം എന്നുള്ള ഒരു മനോഭാവം, ഇങ്ങനെ തന്നെ എന്നുള്ളത്, എല്ലാറ്റിനോടും പുച്ഛം അവിടെ നിൽക്കട്ടെ. എന്തായാലും ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്നുള്ള ഒരു വാക്ക്, ആ വാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് ഒരിക്കലും സ്ത്രീയെ ഉപേക്ഷിക്കരുത്. സ്ത്രീ ദൈവമാണ്. എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവതാഹ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ആ സ്ത്രീയുടെ സംരക്ഷണത്തെ, അത്രയധികം ആ സംരക്ഷണത്തിന് പ്രാധാന്യം കൽപ്പിച്ച ഒരു ശ്ലോകത്തെ വളച്ചൊടിച്ച് അങ്ങ് ജനങ്ങളുടെ ഇടയിൽ പരത്തി. ഇനി ഇതിൽ കുറച്ച് പേർ വിവരമുണ്ട്, അവർ മനസ്സിലാക്കും, ഇത് തെറ്റാണെന്ന് മനസ്സിലാക്കും. പക്ഷേ ഡാമേജ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. കാരണം ഇന്ന് 100 പേരിൽ ഒരു 10 പേർക്ക് വിവരമുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഈ ശ്ലോകത്തെക്കുറിച്ച് സംസ്കൃതം പഠിച്ചിട്ടുണ്ട്, മാതൃഭാഷ അറിയില്ല, ബാക്കിയുള്ളവർക്ക് ഒന്നും അറിയില്ല. അപ്പോൾ ബാക്കിയുള്ള ഇന്നത്തെ പുരോഗമനവാദികൾ ഈക്വാലിറ്റിയുടെ പേരും പറഞ്ഞ് വഴക്കിട്ട് ഇതിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെടാൻ ശ്രമിക്കാനായിട്ട് സമയമില്ല. കാരണം ഇന്ന് റീൽസ് നോക്കി നടക്കുകയാണ്. അപ്പോൾ മനസ്സിലിത് പതിഞ്ഞിട്ടുണ്ട്, എന്നാ സ്ത്രീ സ്വാതന്ത്ര്യമർഹതി. ഇതും വെച്ചുകൊണ്ട് സമൂഹത്തിൽ ഇറങ്ങി അവരുടെ കൂട്ടുകാരുടെ ഇടയ്ക്ക് അതിനെ പറഞ്ഞ് പരത്തി അവരുടെ മണ്ടയിലും ആ ഒരു വിത്ത് പാകി അങ്ങനെ മനസ്സിനെ നയിച്ചു കൊണ്ട് പോവുകയാണ്. കഷ്ടം എന്നല്ലാതെ വേറെ പറയാനില്ല, കലിയുഗം എന്നല്ലാതെ വേറെ പറയാനില്ല. എന്തായാലും സന്മനസ്സുള്ളവർ ഇത് ചിന്തിക്കുക, വളരെയധികം ചിന്തിക്കുക. എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവതാഹ
സ്ത്രീയെ സംരക്ഷിക്കുക, ഒരിക്കലും ഉപേക്ഷിക്കരുത് എന്നുള്ള ഒരു മെസ്സേജാണ് ഈ ശ്ലോകത്തിലൂടെ അർത്ഥമാക്കുന്നത്. വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കുക. നമസ്കാരം.